വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഈ വീഡിയോ ആകെ കാണുന്നത് ഞാനാണ്. അതായത് ഞാൻ വീഡിയോ എടുക്കും, എഡിറ്റ് ചെയ്യും, യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും, എന്നിട്ട് ഞാൻ തന്നെ ഒരു 5 പ്രാവശ്യം കണ്ടിട്ട് 5 വ്യൂസ് ഓർമ്മി. അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ ദാരിദ്ര്യത്തിനെ കുറിച്ചല്ല നമ്മളിവിടെ പറയേണ്ടത്. ഓക്കെ, സോ ഗൈസ്, ആസ് യു ഹാവ് ഓൾറെഡി സീൻ ഇൻ ദ ടൈറ്റിൽ, എൻ്റെ ഈ വൃത്തികെട്ട ചേർന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഷെയർ മാറ്റാറായി ഗൈസ്. ലൈക്ക് ഇഗ്നോർ ദ സൗണ്ട്. ഓക്കെ ഓക്കെ, ആസ് യു ഹാവ് ഓൾറെഡി സീൻ ഇൻ ദ ടൈറ്റിൽ, ഇതൊരു മൂവി നൈറ്റ് വിത്ത് പേരൻസ് ആണ്. കൈയടിക്കൂ. എനിക്ക് കൈ ഫ്രീ ആയതുകൊണ്ട് ഫ്ലവർ കേൾക്കും. ഓക്കെ, സോ നമ്മൾ ഏത് മൂവിക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഷ്കിന്ദ കാണ്ഡം. ഞാൻ ഭയങ്കരമായിട്ട് ഫേക്ക് ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങനെ അറിയാത്ത പോലെയൊക്കെ കിഷ്കിന്ദ കാണ്ഡം എന്നൊക്കെ. അപ്പം ഓക്കെ, സോ ദ മൂവി ഈസ് ഓൾ അബൌട്ട്, അല്ല മൂവി ഈസ് ഓൾ അബൌട്ട് എനിക്ക് അറിയുള്ളൂ, ഞാൻ പോയി കാണാൻ പോകണേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പേര് കേൾക്കുമ്പോൾ വിചാരിക്കും ഇറ്റ്സ് ഓൾ ലൈക്ക് ഈസ് പേര് ഈസ് ഫ്രം രാമായണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു എപ്പിക് മറ്റേ എന്താ പറയില്ല പീരിയഡ് ഡ്രാമ അങ്ങനെയൊന്നുമല്ല ഗായ്സ്. ഇതൊരു ഐ തിങ്ക് സസ്പെൻസ് ത്രില്ലർ ഓർ ക്രൈം ത്രില്ലർ, സംതിങ് ലൈക്ക് ദാറ്റ്. ഐ ഡോണ്ട് നോ, ജോണർ ഞാൻ നോക്കിയില്ല. ഐ ജസ്റ്റ് സീൻ ദ ട്രെയിലർ ആൻഡ് ഐ ഹാവ് ഗോട്ട് ലൈക്ക് നമുക്ക് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യണം, ഇത് കാണാം, അങ്ങനത്തെ ഒരു സ്കീമാണ് ഗൈസ്. അപ്പോൾ കഴുത്ത് അപ്പോൾ നമ്മൾ സിനിമയ്ക്ക് പോവാണ്. ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ, അങ്ങനത്തെ കുറച്ച് അടിപൊളി ആൾക്കാരുടെ ഈ വൃത്തികെട്ട സൗണ്ട് അല്ലേ ചേറിൻ്റെ സാറില്ല. അപ്പോൾ പോയി കണ്ടിട്ട് വരാം. നമ്മൾ ആക്ച്വലി ഇറങ്ങിക്കഴിഞ്ഞു, പക്ഷേ നമുക്ക് അല്ലറ ചില്ലറ പരിപാടിയും കൂടെ ഉണ്ട്. പെർഫ്യൂം അടിക്കണം, പിന്നെന്താ മോയ്സ്ചറൈസറൊക്കെ ഞാൻ ഇട്ടു. ഇപ്പോൾ മിക്കവാറും കുളിച്ചില്ലേ ചെറുക്ക, ഇത്രയും പെർഫ്യൂമൊക്കെ അടിക്കുന്നത് അങ്ങനെയല്ല കേസ്. എനിക്കൊരു കുറച്ച് പെർഫ്യൂം ബ്രാൻഡുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സായ സ്നേഷ, ആർച്ച, സൂര്യാൻ, ഷാദി, ജെസിക, രേഷ്മ, ഇവർക്കൊക്കെ ഇപ്പോൾ വിചാരിക്കും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ജാഥയ്ക്കുള്ള ആൾക്കാരുടെ പേരുണ്ടല്ലോ, അങ്ങനെയല്ല. എന്നാലും ഇവരൊക്കെ എൻ്റെ ക്ലോസ് ടു ഹാർട്ട് ആൾക്കാരാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ വിഷയത്തിൽ തന്നെ മറന്നു. ഞാൻ പെർഫ്യൂം അടിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെ പെർഫ്യൂം ഇങ്ങനെ വാരി പൊത്തിക്കൊണ്ട് പോകുമ്പോഴത്തേനും അയ്യോ തലവേദനിക്കുന്നേ ഇറങ്ങിപ്പോടാന്നൊക്കെ പറയും. പക്ഷേ ഞാൻ അതിലൊന്നും തളരാറില്ല ഗൈസ്, കാരണം എനിക്ക് പെർഫ്യൂം ഇഷ്ടമാണ്. സോ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു ഗൈസ്, നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു. ഈ ഗായ്സ് എനിക്കൊരു 9ാം ക്ലാസ് തൊട്ട് എൻ്റെ വായിക്കാത്ത കയറി തുടങ്ങിയതാണ്. 9ാം ക്ലാസ് ആണോ 12th ആയപ്പോഴാണ് ഒരു രോഗമായി മാറിയത് ഗൈസ്. പറഞ്ഞ് പ്രാന്തായി അങ്ങനെ. ഓക്കെ, നമ്മൾ സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ കയറിയിരുന്ന കഥ പറഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് സിനിമയ്ക്ക് പോകാൻ സമയമായി. ബാ. ഓക്കെ, ബിഫോർ ഗോയിങ് കംപ്ലീറ്റിംഗ് ദ ലുക്ക്, ഓക്കെ നമുക്ക് പോവാം. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, പക്ഷെ അത് എവിടെയോ പോയി കിടന്നു. ഹു കെയർസ്. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ ഞാൻ ചുമ്മാ OTD കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു ക്ലിപ്പാണ് ഗൈസ് ഇത്. OTD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ അല്ലേ. ഇതിപ്പോൾ നൈറ്റായി, അപ്പോൾ OTN നമ്മൾ പുതിയ വാക്കൊക്കെ കണ്ടുപിടിച്ച്. ഓക്കെ, ബാക്കി ഇനി ശേഷം സ്ക്രീനിൽ. അമ്മയുടെ ബാഗാണ്, സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ടല്ലായിരുന്നു. അമ്മ എന്തിന് ഇത്ര വിഷമിച്ചിറങ്ങണേ? അമ്മ ചിരിച്ചിറങ്ങമ്മ, എക്സ്ട്രാ സ്മൈൽ. കോപ്പി തരത്താനൊന്നുമില്ല. അച്ഛൻ ഉറക്കം തോന്നിയത്. ആളെല്ലാ കാര്യത്തിനും സ്ട്രെയിറ്റ്. ഈ പഴയ നിലമ്പൂർ കേസൊക്കെ അച്ഛൻ പറഞ്ഞതന്നെ ഞാനും കേട്ടിട്ടുണ്ട്.
അമ്മ സിനിമ എങ്ങനെയുണ്ട് അമ്മ? പകുതി സിനിമ അമ്മ ചുമ്മാ പറയുന്നതാണ് ഗൈസ്, വെറുതെ ജസ്റ്റ് ഫോർ ഫൺ. ഇന്റർവെൽ ആയപ്പോൾ പുറത്തിറങ്ങി ഗൈസ്, ചുമ്മാ ഉലാത്താൻ വേണ്ടിയിട്ട്. സിനിമ ഇഷ്ടപ്പെട്ട അമ്മ? അയ്യോ, ഓണസ്റ്റ് റിവ്യൂ പറ, നന്നായിട്ട് പറ. ഓ അങ്ങനെ. അമ്മാമ്മയുടെ ഓണസ്റ്റ് റിവ്യൂ പറഞ്ഞു ഗൈസ്. നമ്മൾ പോകാൻ ഇറങ്ങി. എൻ്റെ റിവ്യൂക്ക് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യൂ. ഓക്കെ ഗൈസ്, ഞാനൊരു സംഭവം പറഞ്ഞുതരാം. ഇത് കേൾക്കുമ്പോൾ ഐ ടെൽ യു വൺ, ഐ ഗിവ് യു വൺ എന്താണ് ഒരു ഡിസ്ക്ലെയിമർ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് എ മൂവി റിവ്യൂ. ഞാനൊരു മൂവി റിവ്യൂവേ അല്ല പറയുന്നത്. ഐ ടെൽ യു വാട്ട് ഹാപ്പൻ വെൻ വി വെയർ ഇൻ ദി തിയേറ്റർ. എന്താണ് ഞാനിത് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ബിക്കോസ് ഐ കുഡൻ ഷൂട്ട് എനിത്തിങ് ബിയോണ്ട് വാട്ട് യു സോ ടിൽ നൗ. സംഭവം എന്താണ് ഇന്റർവെൽ വരെ ഞാൻ ഷൂട്ട് ചെയ്തു. ഐ ഫെൽറ്റ് ഓക്കെ. ഒരു ഭയങ്കര സസ്പെൻസ് ത്രില്ലർ, ഇങ്ങനെ പറയുന്നില്ല എന്താ സംഭവിച്ചത്, അങ്ങനെ. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ദ ഇന്റർവെൽ ഇസ് ഐ വാസ് സ്റ്റക്ക്. ബേസിക്കലി ഐ വാസ് സ്റ്റക്ക്. എനിക്ക് ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു മൂഡേ ആ സമയത്തില്ലായിരുന്നു. ഐ വാസ് ഈശ്വര, ഇത് അറിയുന്നുമില്ല എൻ്റെ പൊന്നോ. ഇങ്ങനെ ആ ഒരു ഇങ്ങനെ ഉള്ളിൽ നിന്ന് വരുന്നൊരു സാധനമില്ല. ഇത് കേൾക്കുമ്പോൾ സത്യമായിട്ട് ഒരുമാതിരി മൂവി റിവ്യൂ പോലെ ഇരിക്കും. ഒരു 10 വർഷം കഴിഞ്ഞ് ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കും, പിന്നെ ആരിത് മൂവി റിവ്യൂ ഒക്കെ ഇടാൻ, അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ ഇത് സംഭവം അങ്ങനെ അല്ല. ഇറ്റ് വാസ് എ സിമ്പിൾ വ്ളോഗ് ഐ വാസ് ഷൂട്ടിങ്, ബട്ട് ഐ കുഡൻറ്റ് ഷൂട്ട് ദ ഹോൾ തിങ് ബിക്കോസ് ഓഫ് ദിസ് എക്സ്പീരിയൻസ്. അങ്ങനെ ഞാനിങ്ങനെ സ്ട്രക്കായിരുന്നു. ഇതെന്താ മുടിങ്ങിരിക്കണേ? സ്ട്രക്കായിരുന്നു ഞാൻ ഈ സിനിമയുടെ സ്റ്റോറിയിൽ. ആൻഡ് ദ ആക്ടിങ് ഇസ് സോ ബ്രില്യൻറ്റ്. വാട്ട് ടു സേ നെക്സ്റ്റ്. അതുകൊണ്ടിട്ട് ഐ കുഡൻറ്റ് ഷൂട്ട് ദ റെസ്റ്റ് ഓഫ് ദ ഞാൻ ഉദ്ദേശിച്ചത് ഇന്റർവെല്ലിന് മുന്നേ ഒരു 10 സെക്കൻഡ്, ഒരു 20 സെക്കൻഡിന്റെ തിയേറ്റർ ക്ലിപ്പിംഗ്സ്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഒരു 10 സെക്കൻഡ്, 20 സെക്കൻഡ് തിയേറ്റർ ക്ലിപ്പിംഗ്സ്. ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് സാധിച്ചില്ല, എന്നെ കൊണ്ട് പറ്റിയില്ല. ബിക്കോസ് ഐ വാസ് അത്രയും ഇൻവോൾവ് ഇൻ ദ സ്റ്റോറി ഓഫ് ദ മൂവി. തൊണ്ട വയ്യ ഗൈസ്. ഓക്കെ, അങ്ങനെ ഞാനും അമ്മയും അച്ഛനും ഇങ്ങനെ 3 വണ്ടിയിൽ നിന്ന് ഡിസ്കഷൻ ആയിരുന്നു. ഇതുകൊണ്ടിട്ടാണ്, അങ്ങനെ കൊണ്ടിട്ടാണ്. അതാണ് ശരിക്കും ആക്ച്വൽ all were having their own individual viewpoints of the story what we saw. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു സ്കീമായിരുന്നു. അപ്പോൾ അങ്ങനെ ദിസ് വാസ് ഇനി ഞാൻ റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വരാം. സോ ആക്ച്വലി ദിസ് വാസ് വാട്ട് ആ മൂവി നൈറ്റ് വിത്ത് മൈ പേരൻസ്, അല്ലെങ്കിൽ അച്ഛൻ ആൻഡ് അമ്മ. സോ നല്ല രസമായിരുന്നു. ഭയങ്കര പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയതാണ്. ഇന്നലെ പ്ലാൻ ഉണ്ടായിരുന്നു പോകണമെന്ന്. പക്ഷേ ടിൽ ഈവനിങ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് വരെയും ഒട്ടും കൺഫേംഡ് അല്ലായിരുന്നു നമ്മൾ പോകും എന്നുള്ളത്. സോ യാ, ഓക്കെ, ബൈ.